ഗുഡ് ഈവനിംഗ്, നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ദ കേരള സ്റ്റോറി ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഹിന്ദി ചിത്രമാണ്. ഈ ചിത്രം സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദൂരദർശൻ. ഇന്ന് രാത്രി 8 മണിക്കാണ് സംപ്രേഷണം. ലോകത്തെ നടുക്കിയ കേരളത്തിൻ്റെ കഥ സംപ്രേഷണം ചെയ്യുന്നുവെന്നാണ് ദൂരദർശൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. ദാവൂദ് സർ, കേരള സ്റ്റോറിയെക്കുറിച്ച് ഒരുപാട് തവണ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. കേരളത്തെക്കുറിച്ച് ഇല്ലാത്ത കഥ, നുണപ്രചാരണം നടത്തുന്ന, വിദ്വേഷം വമിപ്പിക്കുന്ന, ഏറെ നമ്മളങ്ങനെ ഒരു കേരളത്തെ നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ കേരളത്തെ കുറിച്ച് പൂർണ്ണമായും തെറ്റിദ്ധാരണ പടർത്തുന്ന, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്യുകയാണ്. അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഈ ദൂരദർശൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ദൂരദർശൻ ഇത് സംപ്രേഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് രാമായണം സീരിയൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ, അതാണ് ഓർത്തത്. അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അല്ല, അതിൽ ഇപ്പോൾ നോക്കൂ, ദൂരദർശനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പിന്നെ സെൻട്രൽ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ, സെൻസർ ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്ന ഒരു സിനിമ അത് സംപ്രേഷണം ചെയ്തു. ഞങ്ങൾ ഒരുപാട് സിനിമ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വെച്ചാൽ ഔദ്യോഗിക അംഗീകാരമുള്ള സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള സിനിമകൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. അതേമാതിരി ഒരു സിനിമ സംപ്രേഷണം ചെയ്യുന്നു, അവർക്ക് സാങ്കേതികമായി അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ദൂരദർശൻ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്താണ്. ആ സിനിമ എന്താണ് പറയുന്നത്, അതെങ്ങനെയാണ് ഒരു പ്രൊപ്പഗാൻഡ മെറ്റീരിയലായിട്ട് മാറിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ധ്രുവ് റാഠിയുടെ ജേർണലിസത്തെക്കുറിച്ച്, ഇപ്പോൾ ധ്രുവ് റാഠി ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ മലയാളികൾക്കിടയിൽ ഈ കേരള സ്റ്റോറിയെ ഡിബങ്ക് ചെയ്തുകൊണ്ട് പുള്ളി ചെയ്ത വീഡിയോയിലൂടെയാണ്. അപ്പോൾ കേരള സ്റ്റോറി പറയുന്നത് എന്താണ്, അതിലെ പ്രശ്നം എന്താണ് എന്ന് ഇന്ത്യ ചർച്ച ചെയ്ത കാര്യമാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഗോവയിൽ നടന്നിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ ജൂറി അംഗമായി വന്നൊരു ഇസ്രായേലി സംവിധായകൻ, അദ്ദേഹം ഈ സിനിമയ്ക്കെതിരെ അതിരൂക്ഷമായി സംസാരിച്ചതൊക്കെ നമുക്കറിയാം. ഈ സിനിമയ്ക്കെതിരെയാണ് കാശ്മീർ സ്റ്റോറിയാണ്. ഓക്കെ, സോറി. എനിവേ, ധാരാളം ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്. ദൂരദർശൻ ഇത് സംപ്രേഷണം ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര കൗതുകകരമായുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ദൂരദർശൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും 69-ലാണ് തുടങ്ങുന്നത്, 59-ലാണ് തുടങ്ങുന്നത്. അതൊരു ഗവൺമെൻറ് ബ്രോഡ്കാസ്റ്ററാണ്. ഗവൺമെൻറ് നിയന്ത്രണത്തിലൊരു ബ്രോഡ്കാസ്റ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന സർക്കാരിൻ്റെ കാര്യങ്ങൾ, ഭരിക്കുന്ന സർക്കാരിൻ്റെ ആഗ്രഹങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന, അവരെന്താണോ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രതിഫലിപ്പിക്കുന്ന ഒരു ഏജൻസി ആയിട്ടാണ് ദൂരദർശൻ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്നത്തെ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? വെറുപ്പിൻ്റെ സന്ദേശമാണ്, അല്ലേ? പ്രധാനമന്ത്രി തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ കർണാടക ഇലക്ഷൻ സമയത്ത് കർണാടകയിൽ വന്നിട്ട് മംഗലാപുരത്ത് വന്നിട്ട് എന്താ പ്രസംഗിച്ച്? ഇത് അപ്പുറത്ത് കേരളമുണ്ട്, മര്യാദയ്ക്ക് വോട്ട് ചെയ്തോ എന്നാണ് പറഞ്ഞത്. ആരത് പറയുന്നത്? ആഭ്യന്തരമന്ത്രി. ഈ മനുഷ്യൻ കേരളത്തിൻ്റെയും ആഭ്യന്തര സുരക്ഷയെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളല്ലേ? ഈ കേരള സ്റ്റോറിയെക്കുറിച്ച് കഴിഞ്ഞ ഇതേ കർണാടക ഇലക്ഷൻ സമയത്ത് പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഈ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് പ്രസംഗിച്ചത്? എന്തോരം വർഗീയതയാണ് പ്രസംഗിച്ചത് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ മൊത്തത്തിൽ പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് സാധാരണ പ്രധാനമന്ത്രിമാരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് മാറി നിൽക്കും. ചോട്ടാപ്പോട്ട ലീഡേഴ്സിനാണ് ഇതൊക്കെ ഏൽപ്പിക്കുക. ഇത് പ്രധാനമന്ത്രി തന്നെയാണ് നേരിട്ട് ഈ ജാതി വെറുപ്പിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നത്, ആഭ്യന്തരമന്ത്രി പറയുന്നത്. അങ്ങനത്തെ ഒരു സംവിധാനമാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനത്തിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ്, ഒരു സ്ഥാപനമാണ് ദൂരദർശൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ സമയത്ത്, ഇലക്ഷൻ സമയത്ത് എന്ത് കൊടുക്കണം, എന്ത് ടെലികാസ്റ്റ് ചെയ്യണം എന്ന് അവരാലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം ഏതാണ്? സ്വാഭാവികമായിട്ടും കേരള സ്റ്റോറി വരും. ഇനി അടുത്ത ആഴ്ച ചിലപ്പം ഇത് വന്നേക്കും, കശ്മീർ ഫയൽസ് വന്നേക്കും. പിന്നെ വേറെന്തൊക്കെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, സവർക്കർ. അത് പിന്നെ കാണാൻ ആരും വന്നില്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വിജയിക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദ ഇന്നവിറ്റബിൾ അതർ, അനിവാര്യമായ മറ്റവൻ വേണം. വീർ സവർക്കറിൻ്റെ ചിത്രം പൊളിഞ്ഞ് പാളിസാകാൻ കാരണം എന്താ അറിയാം? അതിൽ ഈ പറയുന്ന ഈ മറ്റവനില്ല, ഇന്നവിറ്റബിൾ അതർ ഇല്ല, ഉണ്ടല്ലോ. കശ്മീർ ഫയൽസിലും കേരള സ്റ്റോറിയിലും അതുണ്ട്. പിന്നെ പുതിയ സാധനം വന്നിട്ടുണ്ട്, JNU, ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി. അതടുത്ത് ഇലക്ഷൻ്റെ തലേദിവസം ചിലപ്പോൾ, പോളിങ്ങിൻ്റെ തലേദിവസം ചിലപ്പോൾ അടിക്കുമായിരിക്കും.
ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ്. അപ്പോൾ ഇതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ ദൂരദർശൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഭരണകൂടത്തിൻ്റെ ദർപ്പണമായിട്ടാണ് നിൽക്കുന്നത്. ഈ ഭരണകൂടം എന്ന് പറയുന്നത് വെറുപ്പാണ്. ഈ ഭരണകൂടത്തിൻ്റെ മുഖം. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൂരദർശൻ ഉപയോഗിച്ചിട്ടുണ്ട്. അല്പമെങ്കിലും ഒരു മാറ്റമുണ്ട് അത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. രാജീവ് ഗാന്ധി സുഭാഷ് ഘോഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറെ കൊണ്ടുവരുന്നുണ്ട്. പുള്ളി ഈ വാർത്തകളിലൊക്കെ പ്രതിപക്ഷത്തിനും അവസരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമീപനം അന്നുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് എം പിമാർ തന്നെ ഇത് സർക്കാർ വിരുദ്ധ മാധ്യമമായി ദൂരദർശൻ മാറിയെന്ന് പരാതിയൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ രാജീവ് ഗാന്ധിയുടെ കാലത്ത് തന്നെയാണ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഇതുണ്ടല്ലോ, ഈ സീരിയൽ, രാമായണ സീരിയൽ, രമാനന്ദ സാഗറിൻ്റെ സീരിയൽ വരുന്നത്. പിന്നീട് ലവ് കുഷ് ഇതൊക്കെ വരുന്നത് ഈ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ്. BJPയെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് BJP അധികാരത്തിലെത്തുമ്പോഴെല്ലാം അത് വീക്ക് കൊലീഷൻ ഗവൺമെൻറ് ആയിരിക്കുമ്പോഴും 2 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യത്തിൽ അവർ നിഷ്കർഷ പുലർത്താറുണ്ട്. അത് കോർ RSSകാർ തന്നെയാണ് കൈകാര്യം ചെയ്യാറ്. ഒന്ന് HRD ആണ്, വിദ്യാഭ്യാസ വകുപ്പ്. വാജ്പേയിയുടെ മന്ത്രിസഭയുടെ അത് മുരളി മനോഹർ ജോഷിയായിരുന്നു. അന്ന് ഈ പറയുന്ന എന്താണ് പറയുക, വാർത്താവിതരണ മന്ത്രാലയം, അതും BJPയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യാറുള്ളത്. ആ 2 ഡിപ്പാർട്ട്മെൻറ്റ് അവരൊരിക്കലും സഖ്യകക്ഷികൾക്ക് കൊടുക്കാറില്ല. അവർ വളരെ കോറായിട്ട് കാണുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ജനങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇന്ന് നോക്കൂ, 91-ലാണ് നമ്മൾ ടെലിവിഷൻ രംഗത്ത് സ്വകാര്യവൽക്കരണം കൊണ്ടുവരുന്നത്. അതിനുശേഷം പുതിയ ഈ സ്വകാര്യ ടെലിവിഷൻ സംരംഭങ്ങൾ വ്യാപകമായതിനു ശേഷം ദൂരദർശൻ അപ്രസക്തമായിട്ടുണ്ട്. എത്ര ആൾ നീ ആരെയും കണ്ടിട്ടുണ്ടോ ദൂരദർശൻ കാണുന്നത്? ഞാനിതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ഭയങ്കരമായി എന്തോ സമൂഹത്തെ സ്വാധീനിക്കാൻ പോകുന്നതൊന്നും ഭയക്കേണ്ടതില്ല. ഈ ഭരണകൂടത്തിൻ്റെ മനസ്സെന്താണ് എന്നാണത് കാണിക്കുന്നത്, അത്രയേ ഉള്ളൂ. യെസ്. അപ്പോൾ ഈ ഒരു തീരുമാനം വന്നതിന് പിന്നാലെ കേരളത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാൻ വന്നില്ല. പ്രതിപക്ഷ നേതാവ് CPM ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരേ മനസ്സോടുകൂടി സമീപിക്കുകയാണ്. ഇതൊരു പ്രൊപ്പഗാണ്ട ചിത്രമാണ്, ഇതിനെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ട് അതിൽ അവർക്ക് രണ്ടാമതൊന്നും ചിന്തിക്കാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആക്ഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറയാനുള്ളൊരു ആത്മധൈര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കാണിക്കുന്നില്ലേ? അല്ല രേഷ്മ, അത് കേരളത്തിലെ കാഴ്ചക്കാർക്ക് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഇത് സംപ്രേഷണം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് DD നാഷണലാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇതൊരു ഹിന്ദി സിനിമയാണ്. തീർച്ചയായിട്ടും ഉത്തരേന്ത്യൻ പ്രേക്ഷകർ കൂടിയാണ് ഇതിലെ പ്രധാനമായിട്ടും അത് വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ദാവൂദ് പറഞ്ഞതുപോലെ ആര് കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിക്കകത്ത് ഒരുപക്ഷെ ആരും അത് നോക്കുന്നുണ്ടാവില്ല. പക്ഷേ വളരെ ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ദൂരദർശന് ഒരു സ്വാധീനം ഉണ്ടായിക്കൂടായികയില്ല. ദൂരദർശൻ മാത്രം കാണുന്ന ആളുകൾ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ടെലിവിഷൻ എന്ന നിലയിൽ അത് മാത്രം ലഭ്യമാകുന്ന വീടുകൾ എന്ന നിലയിൽ കാണാം. അപ്പോൾ അവിടെയാണ് കേരളത്തെക്കുറിച്ച് അവിടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ കാണണം. അങ്ങനെ ആ ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് എന്താണ്? ഇതാ ജിഹാദി കമ്മി സംസ്ഥാനം എന്ന നിലയിലുള്ള ഒരു നറേറ്റീവ് അവരുടെ ഇടയിൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആ സിനിമയുടെ തന്നെ ഉദ്ദേശം. അതായിരുന്നു, അത് ആണ് ഇപ്പോൾ ഈ പരിപാടിയിലൂടെയും അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ദൂരദർശൻ ശരിയായ ഒരു ഗവൺമെൻറ് ബ്രോഡ്കാസ്റ്റർ എന്നതാണോ, ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റർ എന്നതാണോ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. നാഷണൽ ബ്രോഡ്കാസ്റ്റർ എന്നുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ ഒരു ദേശീയ മാധ്യമം എന്ന നിലയിൽ നമ്മളിപ്പോൾ ദൂരദർശനെ കുറിച്ച് അത് മിസ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇലക്ഷൻ കാലത്താവട്ടെ അല്ലാതെ തന്നെ രാഷ്ട്രീയമായി മിസ്യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളപ്പോൾ പോലും ദൂരദർശനെക്കുറിച്ച് നമുക്കുള്ള മറ്റൊരു പിക്ചർ നമ്മൾ കാണുന്നത് വെച്ചാൽ രാജ്യാന്തര തലത്തിൽ തന്നെ ഏറ്റവും മികച്ച കലാസൃഷ്ടികൾ, ഒരുപക്ഷെ തിയേറ്ററുകളിലൊന്നും അധികം പോയിട്ടില്ലാത്ത കലാസൃഷ്ടികൾ, ഇപ്പോൾ റേയുടെ സിനിമകളാവട്ടെ, സത്യജിത് റേയുടെ സിനിമകളാവട്ടെ, മൃണാൾ സെന്നിൻ്റെ സിനിമകളാവട്ടെ, കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ നമുക്ക് അടൂരിൻ്റെയും അരവിന്ദൻ്റെയും സിനിമകൾ, ഋത്വിക് ഘട്ടകിൻ്റെ സിനിമകൾ, ഇങ്ങനെയുള്ള ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിഞ്ഞത് ദൂരദർശനിലൂടെയാണ്. നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ കഴിയാതിരുന്ന ഒട്ടനവധി സിനിമകൾ ഇപ്പോൾ സമീപകാലത്ത് പോലും മലയാളത്തിൽ നിന്ന് പോലും പഴയ ഇപ്പോൾ KP കുമാറിൻ്റെയൊക്കെ ആദ്യകാല സിനിമകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കാണാൻ ദൂരദർശനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തലം ദൂരദർശനുണ്ട്. ആ തലമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെയാണ് ഒരു പ്രൊപ്പഗാൻഡ
പ്രൊപ്പഗാൻഡ സിനിമയുടെ ഒരു പ്രദർശനം നടക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഇതേ സമയത്ത് ഒരു നാഷണൽ മൂവി കാണാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു സമയമായിരുന്നു. പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നു. ഈ ഒരു സമയം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നമുക്ക് തിയേറ്ററിലൊന്നും പോയി കാണാൻ കഴിയാത്ത ആളുകൾക്കും അല്ലെങ്കിൽ ആ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒക്കെ ഒരു നല്ല സിനിമ കാണാനുള്ള ഒരു സന്ദർഭമായിട്ട് നമ്മൾ അതിനെ എക്കാലത്തും കണ്ടിരുന്നു. എല്ലാ സിനിമകളും അങ്ങനെ വരികയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഇതിനകത്ത് ഈ ഹിന്ദുത്വ ഒരു പ്രചാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന സിനിമകൾ കടന്നു വരികയും ആ പ്ലാറ്റ്ഫോം അങ്ങനെയായി മാറുകയും ഒരു ഫാസിസ്റ്റ് മാധ്യമമായി എങ്ങനെയാണ് ഒരു ദൂരദർശന് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമാ പ്രക്ഷേപണത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ RSS തലവൻ്റെ വിജയദശമി പ്രസംഗം ലൈവാണിപ്പോൾ. 2014 തൊട്ട് അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ആരതി ടെലികാസ്റ്റ് ചെയ്യുകയാണ്, തത്സമയം സംപ്രേഷണം ചെയ്യുകയാണ്. എല്ലാ ദിവസവും തത്സമയ സംപ്രേഷണമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇത് എവിടെയും നിൽക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന സിനിമയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാംസ്കാരിക പരിപാടികളിലോ മാത്രമല്ല, ഓൾറൗണ്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റം ഇതിനെ എത്തിക്കുക മിക്കവാറും ഇപ്പോൾ നമ്മൾ നോർത്ത് കൊറിയയിലായാലും അല്ലെങ്കിൽ ചൈനയിലായാലും ഒക്കെ ഒരു സർക്കാർ മാധ്യമം എന്ന നിലയിൽ മാത്രം അവരുടെ പ്രൊപ്പഗാൻഡ സാധനങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു മാധ്യമമായി മാറാനുള്ള സാധ്യതകൾ വളരെയേറെ. ഇപ്പോൾ ഒരു ഘട്ടം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അതങ്ങനെയായി മാറും. അപ്പോൾ അത് നമ്മൾ കാണണം. അപ്പോൾ പ്രസാർ ഭാരതി എന്ന് പറയുന്നൊരു സ്വയംഭരണ സ്ഥാപനമാണ്. ഈ പ്രസാർ ഭാരതിയാണ് എന്നൊക്കെ നമുക്ക് പേരിന് പറയാമെങ്കിലും ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് C. രാധാകൃഷ്ണൻ രാജിവെക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി എക്കാലത്തും പിന്നെ അതിൻ്റെ പേരിന് അത് സ്വയംഭരണം ഒരു സ്ഥാപനമാണ് എന്നുള്ളതിനൊപ്പം നിന്നിട്ടുള്ള ചരിത്രമേ അതിനുണ്ടായിട്ടുള്ളൂ. അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രമന്ത്രിമാർ വന്ന് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഫാസിസ്റ്റ് വൽക്കരിക്കുക, അവരുടെ സ്വന്തം അജണ്ടയ്ക്കൊപ്പം ആക്കി മാറ്റുക എന്ന ആ ഒരു വിശാലമായ അജണ്ടയുടെ ഭാഗം തന്നെയാണിതും. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇതിന് പ്രത്യേകമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. തീർച്ചയായും അത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തീർത്തും വിദ്വേഷവും വെറുപ്പും പച്ച നുണയും പ്രചരിപ്പിക്കുന്ന ഒരു ചിത്രം ദൂരദർശനിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതിനെ നിഷ്കളങ്കമെന്നൊരിക്കലും കാണാൻ കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള കൂടി പറഞ്ഞോട്ടോ രശ്മ. അതായത് 2019 സമാനമായ ഒരു സാഹചര്യം, അതായത് പ്രൊപ്പഗാൻഡ മെഷീനായിട്ട് മാറുകയാണ് ദൂരദർശൻ എന്ന് പറഞ്ഞിട്ട് അഭിഷേക് മനു സിംഗ്വിയും അന്ന് കപിൽ സിബൽ കോൺഗ്രസിന്റെ ഭാഗമാണ്, കപിൽ സിബലും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ട് പരാതി കൊടുത്തിരുന്നു. ഈ സമാനമായ സാഹചര്യം ഇപ്പോഴുള്ളത്. ഇത് കേരളത്തിൽ മാത്രം നിൽക്കേണ്ട കാര്യമല്ല, ദേശീയ തലത്തിൽ ഇത് ഏറ്റെടുത്ത് കോൺഗ്രസിനും മറ്റ് ഇന്ത്യ മുന്നണി കക്ഷികൾക്കും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഇതിലുണ്ടെന്നാണ് ഞാൻ. തീർച്ചയായും പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിൽ കൃത്യമായ ഉത്തരവാദിത്വം ഉണ്ട്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.